ഹലോ ഗൈസ്, മഞ്ഞുമൽ ബോയ്സ് കണ്ടു. ജാനേമന്നൊക്കെ ഡയറക്റ്റ് ചെയ്ത ചിദംബരത്തിൻ്റെ മൂവി. എൻ്റെ പൊന്നോ, പടം കണ്ട് ഇറങ്ങുമ്പോൾ എന്നടാ പണി വെച്ചിരിക്കേ, അങ്ങനെ ഒരു സാധനമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യണത്. മേക്കിംഗ് വൈസ് ആണെങ്കിലും അഭിനയമാണെങ്കിലും എല്ലാം കിടുവാണ് കാണാനായിട്ട്. മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ അങ്ങനെ തന്നെ പറയാം ഈ മൂവിനെ. കാസ്റ്റിംഗ് ആണെങ്കിലും ഓരോ ഫ്രെയിംസ് ആണെങ്കിലും ലൊക്കേഷൻസൊക്കെ ഭയങ്കര രസമാണ്. എടുത്ത് പറയേണ്ടത് ഓഫ് കോഴ്സ് സുഷിൻ ശ്യാമിൻ്റെ BGM. എന്താ പുള്ളിക്ക് പണ്ടേ നല്ല ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. ആ പുള്ളി പറഞ്ഞത് അക്ഷരം പ്രതി തെറ്റാണ്ട് ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം മൂവി. ഈ സിനിമ ഒരുപാട് ബോയ്സിന് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും കേട്ടോ. ഇമോഷണലി ഭയങ്കര നമ്മളെ പിടിച്ചിരുന്ന കുറേ സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. കാസ്റ്റിംഗ് വൈസ് നോക്കുവാണെങ്കിൽ സൗബിൻ, ശ്രീനാഥ് വാസി, ഗണപതി, അങ്ങനെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. സലിം കുമാറിൻ്റെ മോൻ, ഇവരൊക്കെ ഗംഭീരമായിട്ട് അവരവരുടെ റോള് നല്ല രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2024 മലയാള സിനിമയ്ക്ക് അത്യാവശ്യം നല്ല കാലം തോന്നണം കേട്ടോ. കാരണം അടുത്ത് കണ്ട പ്രേമിലു ആണെങ്കിലും അന്വേഷിപ്പിൻ കണ്ടെത്തുവാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും ഒക്കെ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. മലയാളത്തിലെ കറണ്ട് ഇൻഡസ്ട്രിയിട്ടായ 2018 ഇത് ബീറ്റ് ചെയ്താൽ വലിയ രീതിയിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുമാതിരി ഉണ്ട് ആ പടത്തിൽ കാണാനായിട്ട്. ഇതൊരു റിയൽ ലൈഫ് സർവൈവൽ ത്രില്ലർ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് മഞ്ഞുമൽ. സോ എനിക്കിത് കേട്ട് പരിചയമുള്ള സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. 100% ആ സ്റ്റോറിയോട് ജസ്റ്റിസ് കാണിച്ചു എന്ന് തന്നെ പറയണം. അതുമാതിരി എടുത്തു വെച്ചിട്ടുണ്ട് പടം. വേറെ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് വാച്ച് ചെയ്യ്, എക്സ്പീരിയൻസ് ചെയ്യ്, നോക്കിയിരിക്കേണ്ടത്. ബുക്ക് യുവർ ടിക്കറ്റ്സ്.